വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെന്ന് പോലീസുകാർ ഓർക്കണം. മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. VD സതീശൻ തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതി, ഉമ്മാക്കി കാട്ടരുത് എന്ന് തുടങ്ങി ഒരു ഗുണ്ടാ തലവന്റെ ഭാഷയിൽ മണിയാശാൻ വീണ്ടും ചിലമ്പിച്ച ശബ്ദത്തിൽ ഗർജിക്കുകയാണ്. കേൾക്കുന്ന ജനങ്ങൾക്ക് ചിരിക്കണോ അതോ ഇവരുടെയൊക്കെ തൊലിക്കട്ടി ഓർത്ത് സഹതപിക്കണോ എന്ന് മനസ്സിലാകുന്നില്ല. തോറ്റ് തുന്നം പാടിയിട്ടും ജനങ്ങൾ ചവറ്റുകുട്ടിയിൽ എറിഞ്ഞിട്ടും പഴയ AKG സെന്ററിലെ പ്രതാപം സ്വപ്നം കണ്ട് പോലീസിനെയും സാക്ഷാൽ മുഖ്യമന്ത്രിയെയും വിരട്ടാൻ നോക്കുന്ന ഈ ഗതികേടിനെ രാഷ്ട്രീയ പാപ്പരത്വം എന്നല്ലേ വിളിക്കേണ്ടത്? മറിച്ച് രാഷ്ട്രീയ തിമിരം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അധികാരം നഷ്ടപ്പെട്ട ചില രാഷ്ട്രീയക്കാർക്ക് സമനില തെറ്റുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം കടുത്ത അധികാര ഹാങ് ഓവർ ഉണ്ടാകുമെന്ന് കേരളം ഇപ്പോഴാണ് കാണുന്നത്. 35ന്റെ ഒരു മാജിക്കേ. മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റ് നാളുകൾ കഴിഞ്ഞിട്ടും സ്വന്തം പാർട്ടിയുടെ ഭരണം പോയി പ്രതിപക്ഷത്തിരിക്കുകയാണെന്ന സത്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരേയൊരു വ്യക്തി ഒരുപക്ഷേ MM മണി ആയിരിക്കും. അല്ല സോറി, നമ്മുടെ പിണറായി സഖാവും ഗോവിന്ദനും ഒക്കെ ഇതേ അസുഖം ബാധിച്ച് അത്യാസന്ന നിലയിലാണ്. എന്തായാലും സഖാക്കളൊക്കെ ഇപ്പൊ പകർച്ചവ്യാധിയുടെ കാലമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് MM മണിയുടെ ഈ പുതിയ പകർച്ചവ്യാധിക്ക് മരുന്നുണ്ടോ എന്നതിനെ കുറിച്ചും ഇടതുപക്ഷത്തെ ഒന്നടങ്കം ഗ്രസിച്ചിരിക്കുന്ന ഈ അധികാര പിറുപിറുപ്പുകളെ കുറിച്ചുമാണ്. പോലീസുകാർ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്ന MM മണിയുടെ പ്രഖ്യാപനം കേട്ടാത്തൊന്നും ഇപ്പോഴും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇവരുടെ പോക്കറ്റിലാണെന്ന്. സ്വന്തം പാർട്ടിക്കാർ ഭരിക്കുമ്പോൾ പോലീസിനെ കൊണ്ട് കാട്ടിക്കൂട്ടിയ ഗുണ്ടായുസത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് കേസെടുക്കാനും പാർട്ടിക്കാർ കണ്ണുരുട്ടുമ്പോൾ സല്യൂട്ട് അടിക്കാനും ഇന്നത്തെ കേരള പോലീസ് ഇടതുപക്ഷത്തിന്റെ അടിമകളല്ല. അവരിപ്പോൾ കൂറുമാറി ഇപ്പൊ ഭരിക്കുന്നവരുടെ അടിമകളാണ്. എന്തായാലും ഈ നഗ്നമായ സത്യം മണിയാശാൻ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഭരണം പോയതും നിങ്ങളുടെ ഈ ധാർഷ്ട്യത്തിന് നേരെ നാട്ടുകാർ വടിയോങ്ങി കാത്തിരിക്കുന്നതും നിങ്ങൾ അറിഞ്ഞില്ലേ എൻ്റെ മണി സാറേ? ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസുകാരനെ അയാളുടെ ഭാര്യയെയും മക്കളെയും ഓർമ്മിപ്പിച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്താൻ ഒരു പ്രതിപക്ഷ MLAക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഇതാണോ ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്ന തൊഴിലാളി വർഗ സ്നേഹം? അതോ തങ്ങൾക്ക് പാദസേവ ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ മുഴുവൻ തെരുവിലിട്ട് തല്ലും എന്നത് നിങ്ങളുടെ പ്രഖ്യാപിത നയമാണോ? ഇതൊക്കെ കേട്ട് കൈയടിക്കുന്ന പാർട്ടി അടിമകൾ ഉണ്ടാകാം. എന്നാൽ പൊതുസമൂഹം അങ്ങേയറ്റത്തെ വെറുപ്പോടെയാണ് ഈ മാഫിയ ശൈലിയെ നോക്കിക്കാണുന്നത്. ഇതൊന്നും മണിയാശാന്റെ ആദ്യത്തെ നാക്കുപിഴയല്ല. കുറച്ച് ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ള പല വെടിത്തങ്ങളുടെയും ക്രൂരതകളുടെയും ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1, 2, 3 കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ? രാഷ്ട്രീയ എതിരാളികളെ പട്ടിക തയ്യാറാക്കി കൊന്നൊടുക്കിയ ചരിത്രം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ നേതാവാണ് ഇദ്ദേഹം. ഒന്നാമത്തനെ വെടിവെച്ച് വന്നു, രണ്ടാമത്തവനെ തല്ലിക്കൊന്നു, മൂന്നാമത്തവനെ കുത്തിക്കൊന്നു. ഇത് ഒരു പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞ ഈ നേതാവിനെയാണ് ഇടതുപക്ഷം പിന്നീട് മന്ത്രിയാക്കി കൊട്ടിഘോഷിച്ചത്. പിന്നെ സ്ത്രീ വിരുദ്ധതയുടെ പര്യായം. മൂന്നാറിലെ പെമ്പിളൈ ഒരുമൈ സമരത്തിൽ പങ്കെടുത്ത പാവപ്പെട്ട തോട്ടം തൊഴിലാളി സ്ത്രീകളെക്കുറിച്ച് ഇദ്ദേഹം നടത്തിയ അങ്ങേയറ്റം മ്ലേച്ഛമായ പരാമർശങ്ങൾ കേരളം മറന്നിട്ടില്ല. പിന്നെ KK രമയോടുള്ള ക്രൂരത. സ്വന്തം ഭർത്താവിനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയതിന്റെ വേദനയുമായി നിയമസഭയിലെത്തിയ KK രമയെ നോക്കി അത് അവരുടെ വിധിയാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ മാത്രം മനുഷ്യത്വം മരവിച്ച ഒരു വ്യക്തിയാണ് MM മണി. ഇത്തരം ക്രൂരമായ വാക്കുകളും വിഡ്ഢിത്തങ്ങളും സ്ഥിരമായി വിളിച്ചു പറയുന്ന ഒരാളെ പാർട്ടിയിലെ മുതിർന്ന നേതാവായി കൊണ്ടു നടക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഗതികേടാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അവർക്ക് പിന്നെ ഇങ്ങനെയുള്ള ഓരോരോ സംഭവവികാസങ്ങളല്ലേ ഉള്ളൂ. ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും സ്ത്രീകളെയും നിരന്തരം അപമാനിച്ചിട്ടും അതിനെയൊക്കെ ഗ്രാമീണ ശൈലി എന്ന് പറഞ്ഞ് വെള്ളപൂശിയ ഇടതുപക്ഷത്തിന്റെ കാപട്യത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അവരുടെ ദയനീയമായ പരാജയം. എന്നിട്ടും ഇവർ പഠിച്ചിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഈ പ്രസംഗത്തിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ VD സതീശനെ നോക്കി തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതി, ഉമ്മാക്കി കാട്ടരുതെന്ന് മണിയാശൻ പറയുന്നതാണ്. പണ്ട് ഭരണം കയ്യിലിരുന്ന കാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ നിയമസഭയിലും പുറത്തും ഇവർ കൂട്ടം ചേർന്ന് ആക്രമിച്ചിരുന്നു. VD സതീശൻ ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല, അദ്ദേഹം നല്ലതാണെന്ന് ഞാൻ പറയുന്നുമില്ല. എന്നാൽ VD സതീശൻ ഇന്ന് ജനങ്ങളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ജനവിധി മാനിക്കണ്ടേ? അദ്ദേഹത്തോട് എവിടെ ഇരിക്കണം, എവിടേക്ക് യാത്ര ചെയ്യണം എന്ന് പറയാൻ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ഈ വ്യക്തിക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച എന്ന അഹങ്കാരത്തെ അക്ഷരാർത്ഥത്തിൽ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതിപ്പോഴും അംഗീകരിക്കാനായിട്ടില്ല. ആ പരാജയത്തിന്റെ ആഘാതം CPM-ന് ഇനിയും മാറിയിട്ടില്ല. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഇത്തരം വിഡ്ഢിത്തങ്ങളായി പുറത്തു വരുന്നത്. ഉമ്മാക്കി കാട്ടുന്നത് മുഖ്യമന്ത്രിയല്ല മണിയാശാനെ, മറിച്ച് ജനങ്ങളാണ് നിങ്ങളെ നോക്കി ഉമ്മാക്കി കാട്ടി പേടിപ്പിച്ച് പുറത്തിരുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഭയമാണ്. ചെയ്തു കൂട്ടിയ അഴിമതികളും പോലീസിനെ കൊണ്ട് കാണിച്ചു
കൂട്ടിയ നെറുകേടുകളും പുതിയ സർക്കാർ പുറത്തു കൊണ്ടുവരുമോ എന്നുള്ള ഭയം. ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഭയം സ്വാഭാവികമാണ്. ആ ഭയം മറച്ചു വെക്കാനുള്ള വില കുറഞ്ഞൊരു നാടകം മാത്രമാണ് ഈ അലർച്ചകൾ. എം മണിയുടെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമായി തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. ഇത് മൊത്തം ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അഹങ്കാരം, ധാർഷ്ട്യം, അഴിമതി, പോലീസിനെ ഉപയോഗിച്ചുള്ള ഗുണ്ടായിസം, ഇതിനൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയായിരുന്നു അവരുടെ ഭരണനഷ്ടവും 35 സീറ്റും. ഭരണഘടനയോടും നിയമത്തോടും കൂറ് കാണിക്കേണ്ട പോലീസിനെ പാർട്ടി ഓഫീസിലെ തൂപ്പുകാരുടെ നിലവാരത്തിലേക്ക് തരം താഴ്ത്തിയവരാണ് ഇപ്പൊ നിയമം കയ്യിലെടുക്കുമെന്നും പറഞ്ഞ് വീരവാദം മുഴക്കുന്നത്. ഇവരെയൊക്കെ ഒരു നേതാവായി പോലും കാണാനുള്ളൊരു യോഗ്യത, സാമാന്യ യോഗ്യത പോലും ഇദ്ദേഹത്തിനില്ല. ഇന്ന് സർക്കാർ സംവിധാനങ്ങൾ സുതാര്യമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭരണപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം തിരികെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി അലേർട്ടാണ്. എന്നാലും ഇത് കാണുമ്പോഴുള്ള അസഹിഷ്ണുതയാണ് ഇത്തരം പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ പുറത്തു വരുന്നത്. പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് ക്രിയാത്മകമായ പ്രതിപക്ഷമായി മാറുന്നതിന് പകരം വീണ്ടും തെരുവിലിറങ്ങി ഉദ്യോഗസ്ഥരെ വിരട്ടാനും അക്രമം അഴിച്ചുവിടാനുമാണ് ഇടതുപക്ഷത്തിന്റെ ഉദ്ദേശമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. നിങ്ങളുടെ ഈ കാലഹരണപ്പെട്ട ഭീഷണികൾക്ക് പുല്ലുവില പോലും നൽകാൻ ഇന്നത്തെ ഉദ്യോഗസ്ഥരും ജനങ്ങളും തയ്യാറല്ല. ചുരുക്കി പറഞ്ഞ എം മണിയുടെ ഈ പ്രസംഗം ഒരു വലിയ കോമഡി ഷോ ആയി മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുള്ളൂ. എം മണി എന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇന്ന് പുച്ഛമാണ്. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വെപ്രാളത്തിൽ പഴയകാല സ്മരണകൾ അയവിറക്കി ആത്മനിർവൃതി അടയുന്ന ഒരു പറ്റം നേതാക്കളുടെ ദയനീയ ചിത്രമാണ് മുഖ്യമന്ത്രി VD സതീശനെതിരെയും കേരള പോലീസിനെതിരെയും ഭീഷണി മുഴക്കുമ്പോൾ ഇവർ സ്വയം ഒരു കോമാളിയായി മാറുകയാണെന്ന് തിരിച്ചറിയുന്നില്ല. മണിയാശാനോടും ഇടതുപക്ഷത്തോടും കേരളത്തിന് എന്തായാലും ഒന്നേ പറയാനുള്ളൂ, സമയം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. അധികാരത്തിന്റെ ഹാങ് ഓവറിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് യാഥാർത്ഥ്യത്തിലേക്കൊന്ന് വരൂ. ഭീഷണികൾക്കും ഗുണ്ടായിസത്തിനും മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല ഇന്നത്തെ കേരളം. ഇനിയും ഇതുപോലെ വിഡിത്തങ്ങൾ വിളിച്ചു പറഞ്ഞ് നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ നിങ്ങൾക്കെതിരെ നിയമം കയ്യിലെടുക്കുന്ന കാലം വിദൂരമല്ല. ഒന്നാമതേ നിങ്ങളെ മടുത്തു, വെറുത്തു. ഇനിയും നിങ്ങളെ സഹിക്കാനാവില്ല. അത് നിങ്ങളൊന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കും. എന്തായാലും ഇത്രയും പരാജയം നേരിട്ടിട്ടും നിങ്ങൾ തിരുത്തൽ നടപടികളിലേക്ക് കടന്നിട്ടില്ലല്ലോ. ഇപ്പോഴും താഴെ തെറ്റിലുള്ള അണികൾക്കെതിരെയും ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുമാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. നിങ്ങൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് വിധി പറയാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. പിന്നെ എം മണിയുടെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതും അറിയിക്കൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.